ഹജ്ജിന് പോണവർക്കൊക്കെ എന്തിനാണ് ഈ വാക്സിനൊക്കെ കൊടുക്കുന്നത്? അതിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് മെനിഞ്ചൈറ്റിസ് വാക്സിൻ എന്നുള്ളത്. നിസേറിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അണുമൂലമുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ ഇത്ര നിർബന്ധമാക്കിയത്. കാരണം ഈ ഒരു അസുഖം ഏതെങ്കിലും കുറച്ച് ആൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാസമായിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ അപകടകരമായ രോഗമാണ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ടില്ല എന്തായിരിക്കും പ്രശ്നം? അത് പലർക്കും വരാൻ സാധ്യത ഉണ്ടാവും. അത് പിന്നീട് നമ്മൾ ഭക്തിപൂർവ്വം ചെയ്തൊരു കാര്യം അവസാനം അപകടകരമായി മാറുന്നൊരു സാഹചര്യം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർബന്ധമാക്കുന്നത്. ഈ ഹജ്ജിന് പുറപ്പെടുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പെങ്കിലും അല്ല 5 വർഷത്തിനുള്ളിലായിട്ട് ഈ ഒരു വാക്സിൻ എടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഇനി എടുക്കുന്നൊരു വാക്സിനാണ് COVID-19 വാക്സിൻ എന്നാണ്. നമുക്കറിയാം COVID-19 വളരെ റാപ്പിഡായിട്ട് സ്പ്രെഡ് വൈറസാണ്. പിന്നെ വെക്കുന്നൊരു വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്നുള്ളത്. അത് റെക്കമെൻഡ് ചെയ്യുന്നൊരു വാക്സിനാണ്. കാരണം ഇൻഫ്ലുവൻസയും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. പിന്നെ ഒരുപാട് പ്രായമായവർ, പിന്നെ ഒരുപാട് ക്രോണിക്കായിട്ട് സ്ഥിരമായിട്ട് രോഗമുള്ളവർ, സ്ത്രീകൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഇൻഫ്ലുവൻസ വാക്സിൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ആസ്തമ പോലത്തെ ശ്വാസമുട്ടൻ രോഗമുള്ളവർ, ഇവർക്കെല്ലാവർക്കും ഈ വാക്സിൻ എടുക്കാറുണ്ട്. പിന്നെ യെല്ലോ ഫീവറിൻ്റെ വാക്സിൻ അത് നമ്മുടെ നാട്ടിലൊന്നും വെക്കാറില്ല. ചില ആഫ്രിക്കൻ ഏരിയകൾ അങ്ങനത്തെ ചില ഏരിയ ഈ യെല്ലോ ഫീവറിൻ്റെ ഹൈ റിസ്ക് ഉള്ള ഏരിയകളിലുള്ളവർക്ക് ഈ യെല്ലോ ഫീവറിൻ്റെ വാക്സിനും എടുത്തു എന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ എന്നാണ്. അതും കുറച്ച് പ്രായമായ ആൾക്കാർ, പിന്നെ മറ്റ് ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ഇവർക്കൊക്കെയാണ്. അത് ന്യൂമോണിയ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യാർത്ഥം ഹെപ്പറ്റൈറ്റിസ് A, B വാക്സിനുകൾ, പിന്നെ പോളിയോ വാക്സിന്, ഇതൊക്കെ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ചില ആവശ്യത്തിനനുസരിച്ച് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ അത് എടുത്തോ എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ചിലപ്പം ചില സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട് എന്ന് വരാം. ഓക്കെ, വാക്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ.